ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി ഉപരാഷ്ട്രപതി സിബി രാധാകൃഷ്ണൻ. നരേന്ദ്രമോദി അസാധ്യമായതിനെ സാധ്യമാക്കുന്ന നേതാവാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് തുടങ്ങിയ ആഗോള നേതാക്കളുമായി അടുത്ത സൗഹൃദമാണ് നമ്മുടെ പ്രധാനമന്ത്രി പുലർത്തുന്നതെന്നും സിബി രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. സൂപ്പർ താരം വിജയുടെ ടിവികയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് റാലികളിൽ ജനക്കൂട്ടം ഒന്നും തന്നെ വോട്ടായി മാറില്ലെന്ന പരാമർശവുമായി നടനും മക്കൾ നീതി മയ്യം നേതാവുമായ കമൽ ഹാസൻ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് നടക്കുന്ന ടിവികെ രാഷ്ട്രീയ റാലികളിൽ വിജയ് പങ്കെടുക്കുന്ന വേളയിൽ വൻ ജനക്കൂട്ടം ഉണ്ടാവുന്നത് പതിവ് കാഴ്ചയായിരുന്നു. അതിനിടയിലാണ് കമലിന്റെ പരാമർശം. അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ (എബി) പ്രാഥമിക റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിട്ടതിനെ വിമർശിച്ച് സുപ്രീം കോടതി. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് പൈലറ്റിന്റെ പിഴവ് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ പുറത്തുവന്നത് നിരുത്തരവാദപരമാണ് എന്ന് കോടതി പറഞ്ഞു. GST 2.0 അവതരിപ്പിച്ചതോടെ ഒരു പുതിയ സാമ്പത്തിക അധ്യായത്തിന്റെ ഉദയം ഉണ്ടായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവരാത്രിയുടെ തലേന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തലമുറ GST പരിഷ്കാരങ്ങൾ, സ്വദേശിവത്കരണം, ആദായനികുതി, ദാരിദ്ര്യനിർമ്മാർജ്ജനം എന്നിങ്ങനെ വിവിധ മേഖലകളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെക്കുറിച്ച് അധ്യാപികയും എഴുത്തുകാരിയുമായ ശാരദക്കുട്ടി ഭാരതിക്കുട്ടി പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടും. താരപദവി സൂക്ഷിക്കുന്ന ആളായിട്ട് പോലും സിമ്പിളാകാൻ ഉള്ള സുരേഷ് ഗോപിയുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ശാരദക്കുട്ടി ചൂണ്ടിക്കാട്ടി. കൊച്ചി ക്രൗൺ പ്ലാസയിലെ പരിപാടിക്കിടെ കുഴഞ്ഞു വീണ അവതാരകനും നടനുമായ രാജേഷ് കേശവ് ഒരു മാസമായി ചികിത്സയിൽ കഴിയുകയാണ്. രാജേഷിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന്റെ ആരോഗ്യപൂർണമായ തിരിച്ചു വരവിനു വേണ്ടി കുടുംബവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കമുള്ളവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. തൃത്താല മണ്ഡലത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വിശദീകരണ കുറിപ്പുമായി മന്ത്രി MB രാജേഷ്. നിമിഷങ്ങൾക്കുള്ളിൽ മറുപടിയുമായി മുൻ MLA വിടി ബൽഡ. സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും പോര് മൂർച്ഛിക്കുന്നു. നിർമ്മാണം കഴിഞ്ഞ റോഡുകൾ, നിർമ്മാണം നടക്കുന്ന റോഡുകൾ, നിർമ്മാണം നടക്കാൻ പോകുന്ന റോഡുകൾ എന്നിവയെല്ലാം മന്ത്രി രാജേഷ് വിശദീകരിച്ചു. മാധ്യമപ്രവർത്തകയോട് ക്ഷോഭിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. BJP കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിചിത്രമായ പ്രതികരണം. നിങ്ങൾ ഏത് ചാനലാണെന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തക മറുപടി പറഞ്ഞപ്പോൾ ഇനി ചോദിക്കേണ്ടതെന്നും അവിടെ നിന്നാൽ മതിയെന്നുമായിരുന്നു BJP അധ്യക്ഷന്റെ മറുപടി. ശനിയാഴ്ച നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട ബെനറ്റ് രാജിനെ അനുസ്മരിച്ച് ഗായകൻ ഇഷാൻ ദേവ്. ശബരിമല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് തിരിച്ചുവരുന്ന വഴിയിലാണ് ഇഷാൻ ദേവിന്റെ ഭക്തിഗാന സദസ്സിന്റെ സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയോടെ ആയിരുന്നു അപകടം. ബെനറ്റ് രാജ് ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. പ്രവാസികൾക്ക് നോർക്ക കെയർ എന്ന പേരിൽ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി തുടങ്ങും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടനം. 1600 ആശുപത്രികൾ വഴി ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകും. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉൾപ്പെടുന്നതാണ് നോർക്ക കെയർ പദ്ധതി.